ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ത്രിപുരയിലെ ഒരു പ്രസിദ്ധമായ ഒരു അമ്പലമാണ്. അപ്പം നമ്മളിപ്പോൾ നടന്നു പോകുന്നത് അമ്പലത്തിന് മുന്നിലുള്ള ഒരു തടാകത്തിലേക്കാണ്. ആദ്യം കൈയും കാലൊക്കെ കഴുകിയിട്ട് വേണം അമ്പലത്തിലേക്ക് കയറാൻ. അപ്പോൾ ഇതൊരു വലിയ തടാകമാണ്. ഈ ഒരു തടാകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 15-ാം നൂറ്റാണ്ടിൽ എങ്ങാണ്ട് ഉണ്ടായിരുന്ന ഒരു മഹാരാജാവ് നിർമ്മിച്ചതാണ് ഈ ഒരു തടാകം. അദ്ദേഹത്തിൻ്റെ പേര് ധന്യമാണിക്യ എന്നാണ്. ഏകദേശം 1490 ആ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ കുളം കുഴിച്ചെടുത്തിരിക്കുന്നത്. അദ്ദേഹം കൊടുത്ത പേരാണ് കമലസാഗർ തടാകം, കമലസാഗർ ലേക്ക് എന്ന്. അതുകൊണ്ട് തന്നെ ഇതിന് മുന്നിലുള്ള ഈ ഒരു അമ്പലം കമലസാഗർ കാളി ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഈ ഒരു ഫെൻസിങ് കാണുന്നില്ലേ, ഇതിനപ്പുറമാണ് നമ്മുടെ ബംഗ്ലാദേശ്. ഇപ്പുറം ഇന്ത്യ, അപ്പുറം ബംഗ്ലാദേശ്. അപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ബംഗ്ലാദേശ് ഇന്ത്യയുടെ അതിർത്തിയിലാണ്. അതിനപ്പുറം നമ്മുടെ ബംഗ്ലാദേശാണ് കേട്ടോ. ദൂരത്ത് കാണുന്നതാണ് നമ്മുടെ അമ്പലം കമലസാഗർ കാളി ടെമ്പിൾ, അല്ലെങ്കിൽ കസ്ബേശ്വരി മാതാ ടെമ്പിൾ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. അപ്പം ഈ അമ്പലത്തിൽ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ്, നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് ഭണ്ഡാരത്തിൽ പൈസ ഇട്ട് പ്രസാദമൊക്കെ വാങ്ങി വരും. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ അമ്പലത്തിൽ പോകുമ്പോൾ അവർ കുറേ പൂക്കളും പഴങ്ങളൊക്കെ കൊണ്ടുപോകും. എന്നിട്ട് അത് പൂജിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്ന് അതെല്ലാവർക്കും ഇങ്ങനെ പ്രസാദമായിട്ട് കൊടുക്കും. അപ്പോൾ ഈ ഒരു മാതാ ടെമ്പിളിൽ പ്രധാനമായിട്ടും പ്രസാദം അല്ലെങ്കിൽ പൂജിക്കുന്നത് പേടയാണ്. ആ പേട ഇവർ തന്നെ ഇവിടെ കടകളിലൊക്കെ ഉണ്ടാക്കുക ചെയ്യുന്നത്. 1 കിലോയ്ക്ക് ഏകദേശം 400 രൂപയൊക്കെയാണെന്ന് തോന്നുന്നു പേടയ്ക്ക് വില. അപ്പോൾ അതുകൂടാതെ മെഴുകുതിരി, ചന്ദനത്തിരി, സിന്ദൂരം ഇതൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ട് പോയിട്ട് അവിടെ നിന്ന് ദേവിയുടെ മുന്നിൽ അവർ പൂജ ചെയ്ത് നമുക്ക് തിരിച്ചു തരും. അപ്പോൾ നമുക്ക് ഈ പ്രസാദം അയൽവക്കത്തുള്ള എല്ലാവർക്കും കൊണ്ടു കൊടുക്കാവുന്നതാണ്. ഇന്നിപ്പോൾ ഇവിടെ തിരക്കൊട്ടുമില്ല, കാരണം കൊറോണ അല്ലാത്തൊരു സമയത്ത് ഇവിടെയൊന്നും നമുക്ക് കാല് കുത്താൻ പോലും കഴിയില്ല എന്ന് ഹസ്ബൻഡ് പറയുന്നുണ്ട്. കാരണം ഇതൊരു അതിർത്തി കൂടി ആയതുകൊണ്ട് ബംഗ്ലാദേശിലുള്ള ആൾക്കാർ വരെ അതിർത്തിയിൽ വന്ന് നിൽക്കും ഇന്ത്യയിലെ ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ BSFൻ്റെ ഒരു പോസ്റ്റ് കൂടിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. BSFൻ്റെ പോസ്റ്റ് ഉണ്ട്. അപ്പം അവിടെ എപ്പോഴും ഡ്യൂട്ടിയിൽ ആൾക്കാരുണ്ടാവും. അപ്പോൾ BSF മുഴുവൻ ഉണ്ടാവും ഇവിടെ ചെക്കിങ്ങിനൊക്കെ, ഇങ്ങനെ ആൾക്കാരൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒന്നുമില്ല, നല്ല ഫ്രീ ആയിട്ടാണ് നമ്മൾ പോയിരിക്കുന്നത്. നല്ല ഫ്രീ ആയിട്ട് നമുക്ക് തൊഴാനൊക്കെ പറ്റി. അപ്പോൾ ഏകദേശം ഇപ്പോൾ 2 മണിയായിട്ടുണ്ടാവും സമയം. 2 മണി കഴിഞ്ഞാൽ അത് അമ്പലം നട അടക്കുമെന്ന് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വേഗം പോവുകയാണ്. ഇതാണ് അമ്പലത്തിൻ്റെ മുൻഭാഗം. നമുക്ക് സ്റ്റെപ്സ് കയറിയിട്ടും പോകാം, ഇതുവഴിയും പോകാം. അപ്പോൾ ഈ താഴെ വൃത്തങ്ങൾ കാണുന്നത് നമ്മുടെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇവിടെയൊന്നും ഇപ്പോഴൊന്നും ആൾക്കാരെല്ലാം വളരെ കുറവാണ് ഇന്ന്. അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. രാജേഷ്
ഒക്കെ അമ്പലത്തിൽ അവർ പ്രാർത്ഥിച്ചിട്ട് പൂജ ചെയ്തിട്ടുള്ള അവരുടെ ഒരു ചരട് ഇങ്ങനെ കെട്ടിയിട്ടതാണ് ഈ മരത്തിൽ. പിറകിൽ ഒരു ആള്, ഒരു കുറച്ച് വയസ്സായ ഒരു അമ്മാവൻ ഇവിടുന്ന് ഓടക്കുഴൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കാണുന്നത് ബലി കൊടുക്കുന്ന സ്ഥലമാണ്. മൃഗങ്ങളെ ബലി കൊടുക്കുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആട്, അങ്ങനെ കോഴി, അങ്ങനെ ബലി കൊടുക്കുന്നതാണ്. കാളിയല്ലേ. അപ്പം ഇവിടെയൊക്കെ ആൾക്കാരിങ്ങനെ പിക്നിക്ക് പോലെ വന്നിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരുന്ന് കഴിക്കണ സ്ഥലമൊക്കെയാണ് ഇപ്പോൾ കാണുന്നത് ഈ തടാകത്തിൻ്റെ സൈഡിലുള്ളത്. അപ്പോൾ ഇതാണ് തടാകത്തിൻ്റെ ഒരു ദൂരത്തുള്ള കാഴ്ച എന്ന് പറയുന്നത്. അപ്പം ഇത് 15-ാം നൂറ്റാണ്ടിൽ കുഴിച്ചതാണെന്ന് പറയുമ്പോൾ ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. ഒരു 1490 ആ ഒരു കാലഘട്ടത്തിൽ രാജാവ് കുഴിച്ച്. ഇതാണ് ഇവിടുത്തെ അമ്പലത്തിനടുത്തുള്ള കടകളൊക്കെ. ഇപ്പോഴെല്ലാം ഇവിടുത്തെ ഫുഡൊക്കെ ഉണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഫുഡ് കൊണ്ടുപോവുകയാണ് ചെയ്തത്, എന്നിട്ട് ഇവിടുന്ന് കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പം നമ്മൾ കാണാൻ പോകുന്നതാണ് ബംഗ്ലാദേശ് ബോർഡർ. അപ്പം അപ്പുറം ബംഗ്ലാദേശ്, ഇപ്പുറം ഇന്ത്യ. അപ്പോൾ ഈ ഒരു അമ്പലം ഈ ഒരു ബോർഡറിന് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ബംഗ്ലാദേശിലുള്ള ആൾക്കാരൊക്കെ ഈ അതിർത്തിയിൽ വന്ന് നിൽക്കാറുണ്ടെന്ന് പറയാറുണ്ട്, ഇന്ത്യക്കാരെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം ഈ ഒരു ഗ്രീൻ കവറിങ്ങിന് ശേഷം ദൂരത്ത് കാണുന്നതാണ് ആ വൈറ്റ് ഔട്ട് ബിൽഡിംഗ് ആണ് നമ്മുടെ BSFൻ്റെ പോസ്റ്റ്. അപ്പോൾ വീഡിയോ എടുക്കുന്നൊന്നും കണ്ടില്ല. ഇപ്പം അവിടെ ആൾക്കാർ ഡ്യൂട്ടിയെല്ലാം ഉണ്ടെന്നൊന്നും ഞാൻ അറിയില്ല, ഞാൻ വീഡിയോ എടുത്തു. അപ്പോൾ ഇതാണ് BSFൻ്റെ പോസ്റ്റ്. അവരുടെ ഹെഡ് ക്വാർട്ടർ അല്ല, അവരൊരു പോസ്റ്റാണ് ഇവിടെ. അപ്പോൾ അവിടെ ഡ്യൂട്ടിയിൽ ആൾക്കാരുണ്ടാവും, എപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ടാവും, അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഫെൻസിങ് കണ്ടില്ലേ, ഫെൻസിങ്. ഇതിനപ്പുറമാണ് നമ്മുടെ ബംഗ്ലാദേശ്, ഇപ്പുറം ഇന്ത്യ. അപ്പം ഇതാണ് ബോർഡർ. ഇതാണ് 2 രാജ്യങ്ങളുടെ ഇടയിലുള്ള ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റാണിത്. കണ്ടില്ലേ. അപ്പോൾ ഇതിപ്പോഴൊന്നും ആക്റ്റീവ് അല്ല, കാരണം കൊറോണ ആയതുകൊണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെയുള്ള ആൾക്കാർ ഇവിടെ വന്ന് കച്ചവടം ചെയ്യും. അതായത് ബംഗ്ലാദേശിലെ ആൾക്കാർ അവിടെ സാധനങ്ങളുമായിട്ട് ഇവിടെ വരും, ഇന്ത്യക്കാർ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും പോകും. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്ന ആൾക്കാരെ ചെക്ക് ചെയ്യാനൊക്കെ BSF ഉണ്ടാവും. പിന്നെ അവരുടെ ഒരു ഫോഴ്സും കൂടിയുണ്ട്. അവരുടെ ഒരു ഫോഴ്സിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പം അവിടെ നിന്ന് വരുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരെയും കൂടെ അവരും ചെക്ക് ചെയ്യും. എന്നിട്ടേ ഇവിടെ അങ്ങോട്ടേക്കും പ്രവേശിക്കുവാൻ സമ്മതിക്കുള്ളൂ. അപ്പോൾ ഇപ്പോഴിതൊന്നും ആക്റ്റീവ് ഇല്ല. ഇന്ത്യയിലെ സാധനങ്ങൾക്ക് വളരെയധികം ഡിമാൻഡാണ് ബംഗ്ലാദേശിലെ ആൾക്കാർക്ക്. നല്ല ക്വാളിറ്റിയുള്ള നല്ല വസ്തുക്കളൊക്കെ കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഭയങ്കര ഇൻട്രസ്റ്റാണ് നമ്മുടെ ഇന്ത്യയിലുള്ള സാധനങ്ങൾക്ക്. അപ്പം ഇതൊക്കെ ഫെൻസിങ് ആണ്, കണ്ടില്ലേ. അപ്പം ഈ ഒരു മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് ബംഗ്ലാദേശിലാണ്. ഓക്കെ, അപ്പുറമാണ്, ഫെൻസിങ്ങിൻ്റെ അപ്പുറമാണ് അത് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ കാണുന്നതൊക്കെ ഒരു ഫെൻസിങ്, ഒരു ബോർഡറാണ് കേട്ടോ. ഇപ്പം ഈ ബോർഡറിന് അപ്പുറമൊന്നും വീടുകളൊന്നും ഇപ്പം ഇതിനടുത്ത് വീടുകളൊന്നുമില്ല. കുറച്ച് അങ്ങോട്ടേക്ക് വീടുകളുണ്ട്. അപ്പോൾ ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കളൊക്കെ ഇപ്പുറം വന്നിട്ട് ഇവർ ഈ അമ്പലത്തിൽ അവർ വരാറുണ്ട്. ഫെസ്റ്റിവൽ സമയത്തൊക്കെ അവർ വരാറുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഈ ഫെസ്റ്റിവൽ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കാല് കുത്താൻ പോലും ഈ അമ്പലത്തിൽ സ്ഥലം ഉണ്ടാവില്ല, അത്രയും ആൾക്കാരുണ്ടാവും. ഇത് ഏകദേശം ഒരു പ്രസിദ്ധമായ ഒരു അമ്പലമാണ്. പിന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇത്രയും അതിപുരാതനമായ ഒരു അമ്പലമാണ്. പിന്നെ കാളി ദേവിയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, ആരാധിക്കുന്നത് നമ്മുടെ മഹിഷാസുരമർദ്ദിനിയെ, ദുർഗാദേവിയെ. അപ്പം നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ്. അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ച് ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയും കണ്ട് നമ്മളങ്ങനെ സന്തോഷത്തോടു കൂടി തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തി. അങ്ങനെ ഞാനും കണ്ടു ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തി. അപ്പോൾ ഓക്കെ, ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ ടാറ്റാ, ബൈ, സീ യു. ഓക്കെ, താങ്ക് യു.